ഈ ഡൽഹിയിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഞാൻ തിരുത്തി. ഇപ്പം തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ, എം പിമാരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പോലും സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വന്നാൽ കൊള്ളാം അതെ, ഒരു ഇത് അതാണ് കേൾക്കുന്നില്ലേ? ഇപ്പം നടക്കുന്നത്. അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ കൂടുതൽ കാര്യമൊന്നുമില്ല. ഡൽഹിയിൽ എം പി ആയിട്ടോ മിനിസ്റ്ററായിട്ടോ പോകുന്ന പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ലാതെ ഒരു നേട്ടവും ഇല്ല. നമുക്ക് പലർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിന് കേന്ദ്രത്തിലെ സഹമന്ത്രിമാരെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ആ കെ വി തോമസ് സാർ കയ്യിൽ നിന്ന് ഫോൺ ബിൽ അടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹേ? അന്ന് 2009 പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് 5000 രൂപയെ ടെലിഫോൺ ബിൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടത്തുള്ളൂ. സാറിന് കൊച്ചിയിലെ വർക്കും കൂടെ കഴിയുമ്പോഴേക്കും 15,000 20,000 രൂപ ബില്ല് വരും അന്നത്തെ നിരക്കിൽ. അന്ന് ഇതിനേക്കാളും വളരെ റേറ്റ് കൂടുതൽ. ഫ്രീ ഇത് കോൾ ജിയോ ഫ്രീ സർവീസ് ഇല്ല. അവരെ 8,000 രൂപ വരുന്ന ബില്ലിൽ 3,000 രൂപ സാർ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഈ ശമ്പളം കുറവാണ്. സ്ട്രിക്റ്റ് റേഷനാണ്. ശമ്പളം കുഴപ്പമില്ല, അത് എം പിയുടെ മീതെയുള്ള എം പിയുടെ ആണ്, ആ, മന്ത്രിക്കില്ല. ഈ പറയുന്ന പോലെ അത് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് നോക്കണം. എന്തായാലും there is a salary which they give. ഒന്നിനും തികയത്തൊന്നുമില്ല. ജീവനക്കാരോ? ജീവനക്കാര് പിന്നെ 9 പേര്. അത്രേ ഉള്ളൂ. 9 ഇവിടുത്തെ 30 പേരില്ല. എവിടെ? ഈ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് എനിക്ക് തോന്നുന്നു അന്നുണ്ടായിരുന്ന 16 പേരാ. ആണോ? 16 and 9. എന്ന് നമ്മൾ മാത്രമല്ല കുറച്ച് പേരെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഒരു 5 പേരെയും കൂടെ ലോവർ ക്ലാസ് 4കാരെ അറ്റാച്ച് ചെയ്യും, ലോൺ ചെയ്യും. ശമ്പളം എല്ലാം അവിടുന്ന് തന്നെ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 പേരെ വിടാൻ പറയും, 2 പേരെ വിടാൻ പറയും. ഇങ്ങനെ 6 പേര്. അല്ലാതെ നമുക്ക് ഇഷ്ടക്കാരെ ഇവിടുത്തെ എടുക്കാൻ പറ്റത്തില്ല. ഈ ഒന്നും പെട്ടിപിടുത്തക്കാർക്ക് അവിടെ പോസ്റ്റ് ഇല്ല. അല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് പേഴ്സൺസിനെ എടുക്കാം. ആ ഇപ്പോൾ സപ്പോസ് ദേ വോണ്ട് ടു അപ്പോയിന്റ് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ എനിക്ക് എടുക്കാം. ഡിഗ്രിയൊക്കെ വേണമെന്ന് തോന്നുന്നു, മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവരെ IB ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവർ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാം. പെൻഷനൊന്നുമില്ല. ആ ഇറ്റ്സ് ഓൺലി കോൺട്രാക്ച്വൽ എംപ്ലോയ്മെൻറ്റ്. 3 കൊല്ലം കോട്ടർമിനസ് വിത്ത് ദ മിനിസ്റ്റർ. മന്ത്രി രാജിവെക്കുമ്പോൾ പൊക്കോണം കൂടെ. അപ്പോൾ ഈ കേന്ദ്രമന്ത്രി പദവി പോലും ആകർഷകമല്ല. നല്ല ജോലിയാണ്. നല്ല അത് ഞാൻ വേറൊരു രീതി കാണണ്ട. പക്ഷേ കേന്ദ്രമന്ത്രിമാരായിട്ട് വരുന്നതൊക്കെ സാധാരണഗതിയിൽ വളരെ കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ഒക്കെ അല്ലേ. ആ അതിൽ എക്സാക്ട് സാധാരണക്കാരെ സ്വിഫ്റ്റ് ഔട്ട് ചെയ്താൽ കുറവല്ലേ. അതെ, അത് സിമ്പിളാണ്. കാരണം അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആ പദവിയോടുള്ള ഇഷ്ടം.